ഇന്ന് നമുക്കൊരു അവൽ പായസം തയ്യാറാക്കാം. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അവൽ പായസമാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അവൽ പായസം തയ്യാറാക്കാനായി ആദ്യം അവൽ വറുത്തെടുക്കണം. അതിനായിട്ട് 3 കപ്പ് അവലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. മട്ട അവൽ എന്നറിയപ്പെടുന്ന അവലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വളരെ തിന്നായിട്ടുള്ള അവലാണിത്. നിങ്ങൾക്ക് കട്ടിയുള്ള അവൽ വേണമെങ്കിലും ഇതിനായിട്ട് യൂസ് ചെയ്യാമേ. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ക്രിസ്പി ആവുന്ന സമയം വരെ ഇട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ. അതായത് ഇതുപോലെ പൊടിഞ്ഞു കിട്ടണം. ഇതാണ് അതിൻ്റെ പരുവം. ഇനി ഇത് നമ്മൾ മിക്സർ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. പൊടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അത് ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചെടുക്കാൻ പാടില്ല. റവയില്ലേ, അതുപോലെ പൊടിച്ചെടുക്കണം. അതായത് തരിതരിപ്പായിട്ട്, ഇതുപോലെ തരിതരിപ്പായിട്ട് തന്നെ നമ്മളിത് പൊടിച്ചെടുക്കണം. ശർക്കര ഉപയോഗിച്ചാണ് ഞാൻ ഈ പായസം തയ്യാറാക്കുന്നത്. സാധാരണ രീതിയിൽ പഞ്ചസാരയും പാലും ഉപയോഗിച്ചാണ് അവൽ പായസം തയ്യാറാക്കാറ്. നമ്മളിവിടെ ശർക്കരയും തേങ്ങാപ്പാലും ഉപയോഗിച്ചാണ് പായസം തയ്യാറാക്കുന്നത്. അതിനായിട്ട് 1.5 കപ്പ് ശർക്കരയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് 3 കപ്പ് അവലിന് 1.5 കപ്പ് ശർക്കര. നല്ല മധുരം ഉണ്ട് ഇതിന്. മധുരം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് യൂസ് ചെയ്താൽ മതി. ഇത് പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾ കട്ടി ശർക്കരയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് പൊടിച്ചെടുത്ത് ഉരുക്കിയ ശേഷം അരിച്ചെടുക്കണം. ശർക്കര ഞാനിവിടെ ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി തേങ്ങാപ്പാൽ റെഡിയാക്കി വെക്കണം. അതിനായിട്ട് അവൽ അളന്ന അതേ കപ്പിൽ തന്നെ 3 കപ്പ് ചിരകിയ തേങ്ങ ഞാൻ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് ചെറു ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അരിപ്പയിലിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഇതിൽ നിന്ന് നമുക്ക് 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല് എന്ന രീതിയിൽ തേങ്ങാപ്പാല് വെവ്വേറെ മാറ്റി വെക്കണം. ഒരു കടായി ചൂടാക്കാം. നിങ്ങൾക്ക് ഓട്ടുരുളി അങ്ങനെയുള്ള പാത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് 3-ാം പാലാണ് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇത് തിളച്ചു വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ട ശേഷം പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള അവലുണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. അവലിടുന്ന സമയം തന്നെ നമ്മളിത് പതുക്കെ ഇളക്കി ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഇത് ഇളക്കുന്ന സമയത്ത് കുറുകി വരും തോറും ഇതിന്റെ കുമിളകളൊക്കെ നമ്മുടെ മുഖത്തേക്ക് തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം പതുക്കെ ഇളക്കി കൊടുക്കാൻ. നന്നായിട്ട് കുറുക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി എടുത്ത് വെച്ചിട്ടുള്ള ശർക്കര ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഒഴിച്ച് നല്ല പോലെ വരട്ടിയെടുക്കണം. നമ്മൾ ചക്കപ്പായസം, ഏത്തപ്പഴം വെച്ചിട്ടുള്ള പായസം അതൊക്കെ തയ്യാറാക്കുമ്പോൾ വരട്ടിയെടുക്കാറുണ്ട് ശർക്കര ഉപയോഗിച്ചിട്ട്. അതുപോലെ തന്നെ ഇത് നല്ല പോലെ വരട്ടിയെടുക്കണം. ഇത് ഒരു 2 മിനിറ്റ് നേരം ഇതുപോലെ ഈ ശർക്കരക്കകത്ത് ഈ അവല് നല്ല പോലെ വരട്ടിയെടുക്കേണ്ടതുണ്ട്. ശർക്കര നല്ല പോലെ ഞാൻ വരട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ വരട്ടിയെടുക്കണേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കണം. 2-ാം പാൽ ഒഴിച്ച് എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് തിളപ്പിച്ചെടുക്കാൻ. ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ചുക്കുപൊടി, ജീരകപ്പൊടി, ഏലക്കപ്പൊടി എല്ലാം കൂടി ഇത് മിക്സ് ചെയ്തിട്ടായാലും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ചേർക്കുമ്പോൾ ചുക്കുപൊടി വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഞാനിവിടെ ഏലക്കപ്പൊടി മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1-ാം പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. 1-ാം പാൽ ഒഴിച്ച് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം വേണം നമ്മളിത് ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ. ഇനി ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ രുചികരമായിട്ടുള്ള അവൽ പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. സാധാരണ രീതിയിൽ പാലും പഞ്ചസാരയും ഉപയോഗിച്ചാണ് നമ്മൾ മിക്കവാറും അവൽ പായസം തയ്യാറാക്കാറ്. അതിലും നല്ല രുചിയാണ് ഈ ശർക്കരയും തേങ്ങാപ്പാലും ചേർത്ത് അവൽ പായസം തയ്യാറാക്കുമ്പോൾ. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നമുക്കിനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് ഇനി കശുവണ്ടിപ്പരിപ്പ്, മുന്തിരിയും നെയ്യിൽ വറുത്തിട്ട് കൊടുക്കാം. അവൽ വറുത്ത സമയത്ത് ഞാൻ കുറച്ച് അവൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ അവൽ കൂടി ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അവൽ പായസം റെഡി. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണിത്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസം തന്നെയാണിത്.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. അതുവരെ ബൈ ബൈ.